നമ്മൾ വൈകുന്നേരം ഈ WWE ഒക്കെ കണ്ടിട്ട് അടുത്ത ദിവസം സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ എടാ നീ ഇത് കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഹൈ ഫ്ലൈയിങ് വെരി ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഫാൻസി കൈൻഡ് ഓഫ് റെസ്ലിംഗ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഒന്നും നോക്കണ്ട. ചത്താപ്പച്ചയുടെ മീനിങ് ആക്ച്വലി മട്ടാഞ്ചേരിയിൽ പറയുന്ന ഒരു ഫ്രേസാണ്, ഡു ഓർ ഡൈ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതാണ് പടത്തിന്റെ മൂഡ്, അതാണ് മൊത്തത്തിലൊരു വൈബ്. നടൻ അബിയുടെ മകനെ പറ്റിയൊക്കെ വന്നപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ ചെറിയ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നിങ്ങൾ മട്ടാഞ്ചേരി ഫോക്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മട്ടാഞ്ചേരി ഭാഗത്തുള്ള ഇഷ്യൂസ്, ലഹരി മരുന്ന് ഇഷ്യൂകളൊക്കെ വലിയ ടോക്കായിരുന്നു മീഡിയയിലൊക്കെ. അത് വീണ്ടും ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ വിമർശനമുണ്ടോ? മട്ടാഞ്ചേരി എന്നൊരു നെഗറ്റീവിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാ മീൽസിന്റെ ഇടയിൽ ഒരു ഐസ്ക്രീം ഉണ്ടാവും. അദ്വൈതിനെ പോലൊരു സിനിമയാണ് ചത്താപ്പച്ച. അപ്പോ ഈ ടെൻഷനുകൾ ഞങ്ങൾക്കില്ല. കാരണം അദ്വൈത് ഓൾവേസ് ബിൻ വെരി ക്ലിയർ ദാറ്റ് എൻ്റെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ അംഗം മുതൽ മൈ ഗ്രാൻഡ് മദർ വരെ ഉള്ള എല്ലാവർക്കും കംഫർട്ടബിളി ഈ സിനിമ ഇരുന്ന് കാണാൻ പറ്റണം. ആൻഡ് അത് അങ്ങനെ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൽ ഈ പറയുന്ന വയലൻസ് പോലും ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പെർഫോമൻസ് ആണ്, ഇതിനകത്ത് പല ഫൈറ്റുകളും. അപ്പോൾ ആ ഒരു ലെയറിലൊക്കെയാണ് നമ്മൾ ഈ വയലൻസ് കാണിക്കുന്നത്. ഇത് മറ്റേ രണ്ടുപേര് തമ്മിൽ ഇടി കൂടുന്നത് തല്ലി തീർക്കാനായിട്ടൊന്നുമല്ല. വി ഹാവ് ടു പുട്ട് അപ്പ് എ ഗുഡ് ഷോ. ആൾക്കാർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടണം. അതെനിക്കൊന്നും നമ്മൾ നേരത്തെ ക്രാക്ക് ചെയ്തിട്ടില്ലാത്തൊരു ലെയറാണ് ഫൈറ്റ് പടങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെയാണ് നോക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ പ്രശ്നമുള്ള മേഖലകളിലേക്കൊന്നും ചത്താപ്പച്ച ഇറങ്ങുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.